ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്ഷേത്രത്തിൽ നിന്ന് വന്നത് മുതൽ അവൾ ഇങ്ങനെയാണ്. വല്ലാണ്ട് മനസ്സുലയ്ക്കുന്ന എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് അത്ഭുതം എന്ന് സീതമ്മ പറയുകയാണ് ആര്യയോടും ആരതിയോടും. അത് കേട്ട് ആരതി പറയുന്നു, രാത്രിയിൽ അവിടെ പ്രസാദേട്ടനും അനുജന്മാരുമായിട്ട് വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നീട് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ചേച്ചിയെ കണ്ടില്ല. രാവിലെ ഞങ്ങൾ തിരക്കി കണ്ടുപിടിക്കുമ്പോൾ കരഞ്ഞു തളർന്നൊരു സ്ഥലത്ത് കിടക്കുമായിരുന്നു. ആര്യ പറയുന്നു, വല്യച്ചിയുടെ വിഷമങ്ങൾ രണ്ടാണ്. ഒന്ന്, ഞങ്ങളെങ്ങും എത്തിയില്ല എന്നുള്ള വിഷമം. പിന്നെ രണ്ടാമത് കൃഷ്ണേട്ടനെ കുറിച്ചുള്ള വിഷമം. ഇതിപ്പോൾ ഞങ്ങളെക്കുറിച്ചുള്ള വിഷമം അല്ല എന്നുള്ളത് തീർച്ചയാണ്. കൃഷ്ണേട്ടനെ കുറിച്ചുള്ള വിഷമമാണെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇതിപ്പോൾ ആ കൃഷ്ണ വിഗ്രഹം എടുത്ത് സംസാരിക്കുന്നതാവാനേ ഉള്ളൂ വഴി. അത് കേട്ട് സീത പറയുന്നു, ഇന്നലെ അമ്പലത്തിൽ വെച്ച് കൃഷ്ണനെ കുറിച്ച് വല്ലതും കേട്ടോ? ആരെങ്കിലും കൃഷ്ണനെ കുറിച്ച് വല്ലതും പറഞ്ഞു കേട്ടതായിട്ട്? ഒന്നും അറിയില്ല സീതമ്മേ. എന്താ കാര്യം? എന്തിനാ കരഞ്ഞത് എന്നൊന്നും അറിയില്ല. സീത പറയുന്നു, അത് ഒരുപാട് മുള്ളുകൾ ചവിട്ടി തളർന്നുള്ള ജീവിതമല്ലേ, ഒരുപാട് പരീക്ഷണങ്ങൾ ജയിച്ചു വളർന്നുള്ള ജീവിതം. ഇനിയുള്ള പരീക്ഷണങ്ങൾക്കപ്പുറം ഇനിയും അവളെ പരീക്ഷിക്കരുതേ ദൈവമേ എന്നാ എൻ്റെ പ്രാർത്ഥന. ഏതായാലും നിങ്ങളെ കഥകടിച്ച് കിടക്ക്, ആളകത്തുണ്ടല്ലോ, നാളെ ഞാൻ വന്നോളാം. അത്രയും പറഞ്ഞ് സീതമ്മ പോകുന്നു. ഇതേ സമയം ഇതുവരെയായിട്ടും ചന്ദ്രനെ കണ്ടു കിട്ടിയിട്ടില്ല. രുക്മിണിയാണെങ്കിൽ കരഞ്ഞു തളർന്നു കിടക്കുന്നു. ഹരി രുക്മിണി അമ്മയ്ക്ക് ചായയുമായി വന്നിരിക്കുന്നു. അമ്മയെ സമാധാനിപ്പിക്കുകയാണ് ഹരി. അമ്മ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു കിടക്കാതെ, അച്ഛൻ എവിടെയെങ്കിലും സേഫ് ആയിട്ടുണ്ടായിരിക്കും, പോയതുപോലെ തിരിച്ചും വരും. ഇന്നലെ രാത്രി മുതൽ വെള്ളം കുടിച്ചിട്ടില്ല അമ്മ, ഈ ചായയെങ്കിലും ഒന്ന് കുടിക്ക്. രുക്മിണി പറയുന്നു, 10-30 കൊല്ലമായിട്ട് ഒരുമിച്ച് ജീവിക്കാം. ഈ കാലം വരെ ഒരു രാത്രി പോലും പരസ്പരം പിരിഞ്ഞിട്ടുന്നിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യനാ ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. നീ ആ കൃഷ്ണനെ വിളിക്ക്, അവൻ തൃപ്പങ്ങോട്ട് എത്തിയോന്ന് ചോദിക്കേ എന്ന് മുരളിയോട് പറയുകയാണ് രുക്മിണി. മുരളി പറയുന്നു, അമ്മയെ അച്ഛൻ കുട്ടിയൊന്നും അല്ലല്ലോ, എന്തെങ്കിലും കാര്യം അറിഞ്ഞു പോയതായിരിക്കും. പോയപ്പോൾ ഫോൺ എടുക്കാൻ മറന്നുപോയി, വരും. അമ്മ ചായ എടുത്ത് കുടിക്ക്, എന്നിട്ട് മുഖമൊക്കെ കഴുകി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്ക്. തൃപ്പങ്ങോട്ട് വീട്ടിലെത്തിയാൽ പ്രസാദേട്ടൻ ഇങ്ങോട്ട് വിളിക്കില്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അറിയാം നമുക്ക്. രുക്മിണി പിന്നെയും പറയുന്നു, നിനക്ക് എന്താ അങ്ങോട്ട് വിളിച്ചാ? അങ്ങോട്ട് വിളിക്കേ, ഞാനല്ലേ പറയുന്നത്. വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് ഫോൺ ചെയ്യുന്നത് പ്രസാദേട്ടന് ഇഷ്ടമില്ല. സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന സ്ഥലത്തെത്തുമ്പോൾ പ്രസാദേട്ടൻ ഇങ്ങോട്ട് വിളിക്കും, അല്ലാതെ മടി വിചാരിച്ചിട്ടല്ല എന്ന് മുരളി പറയുന്നുണ്ട്. പുഷ്പൻ അവിടേക്ക് ഓടി വരുന്നു. വല്യേട്ടൻ വിളിക്കട്ടെ, അമ്മ ഇതെടുത്ത് കുടിക്കേ. പുഷ്പൻ പറയുന്നു, അതെ, ആളെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോലീസ് പിടിച്ചോ എന്തിനെന്ന് രുക്മിണി ടെൻഷനോടെ ചോദിക്കുന്നു. ആളെ പുഷ്പന്റെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാ. എന്നിട്ട് ആളെവിടെ എന്ന് ഹരി ചോദിക്കുന്നു. ആളെ വലിയ ശാഠ്യത്തിലാണ്. ചില കാര്യങ്ങൾ തീർപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരില്ലെന്നാ പറയുന്നത്. എന്ത് കാര്യം? അച്ഛൻ എവിടെയാ ഉള്ളത്? പുഷ്പേട്ടൻ എവിടെ വെച്ച് അച്ഛനെ കണ്ടത്? ആദ്യം അത് പറയേ എന്നൊക്കെ ഹരി പറഞ്ഞപ്പോൾ പുഷ്പൻ പറയുന്നു, ഭയപ്പെടാൻ ഒന്നുമില്ലെന്നേ. അച്ഛൻ അവിടെ മുരുകന്റെ അമ്പലത്തിലുണ്ട്. ഇന്നലെ മുതൽ ഭജന ഇരിക്കുവാണ്. ടെൻഷനോടെ രുക്മിണി പറയുന്നു, ഭജന ഇരിക്കുന്നെന്നോ? ആരോടും പറയാതെ ഒളിച്ചോടി പോയാണോ ഭജന ഇരിക്കുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചന്ദ്രേട്ടനെ ചില കാര്യങ്ങൾ തീർപ്പുണ്ടാക്കണമെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞു. അതിൽ നിങ്ങളുടെ തീരുമാനം അറിയണം. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ. എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാൻ നമ്മൾ അമ്പലത്തിൽ പോയേ പറ്റൂ. എന്തായാലും ആളെ കിട്ടിയല്ലോ, അത് മതി. ഉടൻ നമുക്ക് അവിടെ എത്തണം. മുരളി വണ്ടി എടുക്കുന്ന രുക്മിണി പറയുന്നു. അങ്ങനെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഈ സമയം ചന്ദ്രനെ കണ്ട 2-3 ആൾക്കാർ പറയുന്നു, ഇതുപോലെ ഒറ്റ ഇരിപ്പാണ് ഇന്നലെ രാത്രി മുതൽ, ജലപാനം പോലും കഴിച്ചിട്ടില്ല, വല്ല കടുത്ത നേർച്ച വല്ലതുമായിരിക്കുമെന്ന് മറ്റൊരാളും പറയുന്നു. എല്ലാവരും ക്ഷേത്രത്തിലെത്തി. അവിടെ മന്ത്രം ജപിച്ചങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് മക്കളും ഭാര്യയും. എന്താ നിങ്ങളെ കാണിക്കുന്നത്? ഭജിക്കാനോ പൂജിക്കാനോ എവിടെ വേണമെങ്കിലും നിങ്ങൾ പൊയ്ക്കോ, പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയണം, അല്ലെങ്കിൽ ആരുടെങ്കിലും ഫോൺ വാങ്ങിച്ച് ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? ഇത് അതൊന്നും ഇല്ലാതെ ഒരു രാത്രി മുഴുവൻ ഞാൻ തിന്ന തീക്ക് ഒരു കണക്കുമില്ല എന്നെ രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു, ഞാൻ വേറെങ്ങും പോയില്ലല്ലോ, ഈ അമ്പലത്തിലല്ലേ വന്നത്. അമ്പലത്തിൽ വരുന്നത് നല്ല കാര്യമോ, പക്ഷേ അത് ഞങ്ങളും കൂടി അറിയണമെന്നാ പറഞ്ഞത്. വാ എണീക്ക്, പോവാം എന്ന് രുക്മിണി ചന്ദ്രന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ രുക്മിണിയുടെ കൈ വിട്ടിട്ട്, ഇല്ല, അങ്ങനെ വരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പുഷ്പനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ, അയാൾ പറഞ്ഞില്ലേ എന്ന് ചന്ദ്രൻ ചോദിക്കുന്നു. എന്നോടെന്ത് പറയാൻ, ചില കാര്യങ്ങൾ തീരുമാനമാക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞുള്ളൂ, എന്താ കാര്യമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പുഷ്പൻ പറയുന്നു. എങ്കിൽ പിന്നെ ഇപ്പം പറയാം, നീ വന്നേ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാനെ ഒന്നുകൂടി ഒന്ന് തൊഴുതിട്ട് അല്പം മാറി നിൽക്കുകയാണ് എല്ലാവരും. രുക്മിണി മാത്രം ചന്ദ്രന്റെ അടുത്തേക്ക് പോയി. രുക്മിണി ചോദിക്കുന്നു, സത്യം പറ, രാധയെ കൊണ്ട് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുപ്പിച്ചതിന്റെ മനപ്രയാസം കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഭജന ഇരിക്കുന്നത്? ചന്ദ്രൻ പറയുന്നു, നീ പറഞ്ഞത് ശരിയാണ്. രാധയെ കൊണ്ട് അങ്ങനെ നിർബന്ധിച്ചൊരു പ്രതിജ്ഞ എടുപ്പിച്ചതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. പക്ഷേ
അതെ, കൃഷ്ണന്റെ നല്ലതിനു വേണ്ടി ചെയ്തതാണ് എന്നൊരു ആശ്വാസമാണ് എനിക്ക്. ഇവർ എന്താ സംസാരിക്കുന്നെന്ന് ഹരിയും മുരളിയും പുഷ്പനും അറിയില്ല. അവര് കുറച്ച് ദൂരെ നിന്ന് അവരെ നോക്കുന്നു. സ്വന്തം കുഞ്ഞിന് ദോഷം വരുന്ന ഒരു കാര്യത്തിനും സ്വന്തം അച്ഛനും അമ്മയും കൂടെ നിൽക്കില്ല. അതേ ഞാനും ചെയ്തുള്ളൂ. രുക്മിണി പറയുന്നു. അതുകൊണ്ടാണല്ലോ ആ കുട്ടിയുടെ കണ്ണുനീര് കണ്ടിട്ടും ഞാൻ നിങ്ങളോടൊപ്പം നിന്നത്. ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമായിരുന്നു അത്. ഇഷ്ടപ്പെടുന്ന രണ്ട് മനസ്സുകളെ വേർപിരിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ്. നമ്മൾ ആവശ്യപ്പെട്ട മട്ടിൽ രാധ നമുക്ക് പ്രതിജ്ഞ ചെയ്തു തന്നു. പക്ഷേ അത് തികച്ചും ഏകപക്ഷീയമായ ഒരു പ്രതിജ്ഞയായി പോയി. അവളോട് മാത്രമായുള്ള ഒരു കരാറ്. എപ്പോഴെങ്കിലും കൃഷ്ണൻ രാധയെ കാണാൻ ഇടവന്നാൽ ആ പ്രതിജ്ഞ പാലിക്കാൻ അവൻ അവളെ അനുവദിച്ചെന്ന് വരില്ല. അതോടെ നമ്മൾ ഈ ചെയ്തതെല്ലാം ഫലമില്ലാതായി പോകും. അതുകൊണ്ട് എന്ത് വേണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് രുക്മിണി. എത്രയും പെട്ടെന്ന് കൃഷ്ണന്റെ കല്യാണം നടത്തണം. അതിന് സമ്മതിക്കണം അവനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കാനും നീ ഉറപ്പ് തന്നാലേ ഞാൻ ഇവിടെ നിന്ന് വീട്ടിലേക്കുള്ളൂ. ശരി, ഞാൻ ഉറപ്പ് തരാം. പക്ഷെ ഞാൻ പറഞ്ഞാൽ അവൻ സമ്മതിക്കുന്നുള്ളതിന് എന്താ ഉറപ്പ് എന്ന് രുക്മിണി ചോദിക്കുന്നു. നീ മനസ്സുറപ്പിച്ചെന്ന് ചോദിച്ചാൽ അവന് സമ്മതിക്കും, അത് എനിക്ക് തീർച്ചയാണെന്ന് ചന്ദ്രൻ. ശരി, ആയിക്കോട്ടെ, ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. നിങ്ങൾ വാ, നമുക്ക് പോകാമെന്ന് രുക്മിണി. വരട്ടെ വരട്ടെ, ആയില്ല, നീ അവനെ കൊണ്ട് സമ്മതിച്ചാൽ മാത്രം പോരാ. ഒട്ടും വൈകാതെ കല്യാണം ഉറപ്പിക്കണം. ഇന്ന് പറ്റിയ ഇന്ന് തന്നെ. കാരണം രാധ ഈ നഗരത്തിൽ തന്നെയുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചില്ല. അതറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷേ ഈ നഗരത്തിലുള്ള രാധയെ ഇവിടെ തന്നെയുള്ള കൃഷ്ണൻ കണ്ടുമുട്ടാൻ പ്രയാസമില്ല. അങ്ങനെ ഒരു കണ്ടുമുട്ടൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുണ്ടായാലെല്ലാം തകിടം മറിയും എന്നുള്ളത് തീർച്ചയാണ്. അതിനു മുമ്പ് വേണം കൃഷ്ണന്റെ കല്യാണം നടത്താൻ. അതും ശരി, സമ്മതിച്ചു. ഇനി നമ്മൾ കൃഷ്ണനെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നിരിക്കട്ടെ. എന്നാൽ ഉടനെ തന്നെ കല്യാണം നടത്താൻ പെണ്ണ് വേണ്ടേ? അത് ആരെ കിട്ടും? അതിനെക്കുറിച്ച് നീ ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട. എന്റെ ഒരു സുഹൃത്ത് ഒരു മുനിസിപ്പൽ സൂപ്രണ്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാ താമസം. അയാൾക്കൊരു മകളുണ്ട്. ഞാൻ ഇന്നലെ അവരെ കണ്ടു. കൃഷ്ണന്റെ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. അമ്മ ഇവൻസിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അവർക്ക് കൃഷ്ണന്റെ കാര്യത്തിൽ വലിയ താല്പര്യമുണ്ട് എന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു. ഓഹോ, അത് ശരി. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടാ ഇങ്ങനെ വന്ന ഒരു സത്യാഗ്രഹം ഇരിക്കുന്നത് അല്ലേ? നല്ല നാടകം. നാടകവും സത്യാഗ്രഹവും അല്ല, ഭജനമിരിപ്പ്. അങ്ങനെ കണ്ടാ മതി. ഏതായാലും തൽക്കാലം രാധയുടെ കാര്യം കുട്ടികളോട് പറയണ്ട. ബാക്കി നീ തന്നെ ഇവരോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് മിനിക്കെടുക്ക്. ഞാനിന്ന് തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ് ചന്ദ്രൻ. അവിടേക്ക് ഹരിയും മുരളിയും പുഷ്പനും വരുന്നു. ഏത് കാര്യത്തിനാ ചേട്ടന് തീരുമാനമുണ്ടാക്കേണ്ടതെന്ന് പുഷ്പൻ ചോദിക്കുന്നു. എന്താ പറഞ്ഞിട്ട് പോയത്? ഒരൊറ്റ കാര്യത്തിന്, കൃഷ്ണന്റെ കല്യാണം എന്ന് രുക്മിണി പറയുന്നു. അത് ഉടൻ നടത്തണം. ഇന്നെങ്കിൽ ഇന്ന് തന്നെ നടന്നു തന്നെ എന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു. നടക്കണം, നടന്നേ പറ്റൂ. ഇതവന്റെ അച്ഛനും അമ്മയും എടുത്ത തീരുമാനമാണ്. പെൺകുട്ടിയുടെ ആൾക്കാരുമായി ഇന്ന് തന്നെ സംസാരിക്കും. കൃഷ്ണനെ കാണാനും കാര്യങ്ങൾ സംസാരിക്കാനുമായിട്ട് അവർ ഇന്ന് തന്നെ വീട്ടിൽ വരും. അത്ര തന്നെ. അമ്മയെ വല്യേട്ടനോട് ചോദിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ വല്യേട്ടന്റെ സമ്മതം വേണ്ട ഇതിനൊക്കെ എന്ന് ഹരി പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു. അവൻ സമ്മതിക്കും. നിങ്ങളായിട്ട് ഇടങ്ങേറുണ്ടാക്കാതിരുന്നാൽ മതി. വന്നേ എന്ന് പറഞ്ഞ് രുക്മിണിയും ചന്ദ്രനും ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്നു. ടെൻഷനോടെ നോക്കുകയാണ് ഹരിയും മുരളിയും. അല്ല കൊച്ചേട്ടാ, വല്യേട്ടൻ നിന്നെ സമ്മതിക്കുമെന്ന് വല്ല ബോധമുണ്ടോ? ഇനിയിപ്പോ അഞ്ജലി ചേച്ചിയുടെ കാര്യമായിരുന്നെങ്കിൽ ചിലപ്പോൾ സമ്മതിച്ചേനെ. ഇതിപ്പോ ആരാ എന്താണെന്ന് ആർക്കറിയാം എന്ന് മുരളി പറഞ്ഞപ്പോൾ പുഷ്പൻ പറയുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അമ്പിളിമാമനെ വേണോന്ന് പറയുന്ന കുട്ടികളോട് നമ്മൾ എന്താ പറയാറ്? പിടിച്ചു തരാറ് അല്ലേ? എന്നാ പിടിച്ചു കൊടുക്കോ? ഇല്ല. ദുശാട്ടി മൂത്ത പിള്ളേരെ മെരുക്കാൻ അവർ പറയുന്നത് അതുപോലെ ചെയ്തു കൊടുത്താൽ മതി. അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ അതൊക്കെ പിന്നത്തെ കാര്യം. ഇവിടെയും അത്രയേ ഉള്ളൂ. നിങ്ങൾ വാ, സമയം ഒരുപാടായി. അങ്ങനെ അവരെല്ലാവരും പോകുന്നു. എന്നാൽ ഇതേ സമയം രാധ വളരെ വിഷമത്തിൽ തന്നെയാണ്. ഇതുവരെ മുറി തുറന്നിട്ടില്ല. ആര്യയും ആരതിയും അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നു. സീതമ്മ അവിടേക്ക് വരുന്നുണ്ട്. അഞ്ജലി ഇതുവരെ പുറത്തിറങ്ങിയില്ലേ എന്നെ സീതമ്മ ചോദിക്കുന്നു. ഷേടാ, ഇത് വലിയ ഗൗരവമുള്ള കേസാണല്ലോ എന്നും സീതമ്മ. അതേ സീതമ്മേ, ഒരിക്കലുമില്ലാതെ ഇങ്ങനെയൊരു സ്വഭാവം. ഞാനും ആര്യ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്ത് വേണം ഏത് വേണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങള്. മനസ്സിലായി, നമുക്കൊരു വഴി ഉണ്ടാക്കാം. നമുക്ക് പുതിയൊരു കാറ്ററിംഗ് കോൺട്രാക്ട് ഒത്തു വന്നിട്ടുണ്ട്. ഫുഡ് കൊടുക്കണം. ഏതോ ഒരു കമ്പനിയുടെ എന്തോ ഒരു വാർഷികമാണ്. 3 ദിവസത്തെ പരിപാടിയാണ്. ലഞ്ചും ഡിന്നറും ചായയും ഒക്കെ ഉണ്ട്. നേട്ടമുള്ള ഒരു കോൺട്രാക്റ്റാണ്. ആഹാ, കൊള്ളാലോ. അത് നമുക്ക് കിട്ടുമോ സീതമ്മേ എന്ന് ആരതി പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു. കിട്ടുമെന്നാ തോന്നുന്നത്. അവിടെ പോയി സംസാരിച്ച് ബഡ്ജറ്റ് ഒക്കെ ഉറപ്പാക്കണം. അതിന് അഞ്ജലി തന്നെ പോകണം. മനസ്സിലായി. ഇതിപ്പോ ഈ കാര്യം അറിയുമ്പോൾ ചേച്ചിക്ക് വളരെ സന്തോഷമാകും. ഏതായാലും സീതമ്മ ഒരു കാര്യം ചേച്ചി ഒന്ന് ഉഷാറാക്കുക. ഞാൻ ആര്യയ്ക്ക് കോളേജിൽ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അഞ്ജലിയെ കഥകിന് തട്ടി വിളിക്കുകയാണ് സീതമ്മ. അഞ്ജലി വാതിൽ തുറക്കുന്നു. എന്താ അഞ്ജലി നീ കാണിക്കുന്നത്? സ്വയം തടവോ അതോ ഏകാന്തവാസോ? എന്താ നിനക്ക് പറ്റിയത്
എന്നെ സീതമ്മ ചോദിക്കുന്നു. എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അഞ്ജലി. മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പങ്കുവെക്കണം. പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല ഈ ലോകത്ത്. പരിഹാരത്തിന് മറ്റൊരാളുടെ സഹായം വേണമെങ്കിൽ അതിന് ഞങ്ങളൊക്കെയല്ലേ ഉള്ളത്. ഇനി ഞാനൊരു അന്യയാണെന്ന് വെച്ചോ, പക്ഷേ അനിയത്തി കുട്ടികളോ, അവരോട് പറഞ്ഞുവിടെ നിനക്ക് നിന്റെ പ്രശ്നങ്ങൾ. ആരെയും പോലെ തന്നെയാണ് എനിക്ക് സീതമ്മയും ചേച്ചിയും അമ്മയും പോലുള്ള ബന്ധം. പക്ഷെ ആരോട് പറഞ്ഞാലും ഇന്ന് ഞാൻ നേരിടുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവില്ല സീതമ്മേ എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ആരോടും പറയാതെ മനസ്സിൽ വെച്ച് പുണ്ണാക്കിക്കോ. നിന്റെ ദുർവാശി അങ്ങനെയാണെങ്കിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മനസ്സിൽ വെച്ച് പുണ്ണാക്കുകയല്ല, മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാനാ ശ്രമിക്കുന്നത്. ശരി, ആ വിഷയം വിട്. സീതമ്മ വന്ന കാര്യം പറയുന്നു അഞ്ജലി. നമുക്കൊരു 3 ദിവസത്തേക്കുള്ള കാറ്ററിംഗ് ഓർഡർ വന്നിട്ടുണ്ട്. ഒരു വലിയ കമ്പനിയാണ്. നീ വേണം അവിടെ പോയി സംസാരിച്ച് ബഡ്ജറ്റ് കൊടുത്ത് എഗ്രിമെന്റ് ആക്കാൻ. അത് കേട്ടിട്ട് അഞ്ജലിക്ക് ഒരു സന്തോഷമില്ല. വയ്യ സീതമ്മ, എനിക്കൊന്നിനും വയ്യ. ഒരു വർക്കും ഏറ്റെടുക്കാൻ മനസ്സൊപ്പം നിൽക്കുന്നില്ല. സീതമ്മ അത് സ്വയം ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും കണ്ടുപിടിക്ക്. എന്നെ വിട്ടേക്ക് പ്ലീസ്. സീത പറയുന്നു. ശരി, നിന്നെ വിട്ടേക്കാം. അപ്പോൾ ഇവിടുത്തെ ചിലവുകളോ അതാരും നോക്കും? വാടക കൊടുക്കണം, കുട്ടികളുടെ പഠിപ്പ്, വീട്ടു ചിലവ്, ഇതിനെല്ലാം കൂടി വർക്ക് എടുക്കാൻ നീ എന്ത് ചെയ്യുമെന്നാ? അതിന് നീ ഉത്തരം പറയും. ആരതി അവിടേക്കെത്തി. ആര്യ കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതെന്താ അവള് കോളേജിൽ പോവാത്തത് എന്ന് അഞ്ജലി ചോദിക്കുന്നു. അത് ചേച്ചി തന്നെ ചോദിക്കുന്നു ആരതിയും. ആര്യ, നീ എന്താ കോളേജിൽ പോവാത്തത് എന്ന് അഞ്ജലി ആര്യയോട് ചോദിക്കുന്നു. പോയിട്ട് കാര്യമില്ല, ഇന്ന് കോളേജിൽ നിന്നും പുറക്കാക്കും. ഈ മാസത്തെ ഫീസ് അടച്ചിട്ടില്ല, 3500 രൂപ. ഫീസ് അടയ്ക്കാതെ ക്ലാസ്സിലിരിക്കേണ്ടെന്നാ ടീച്ചർ പറഞ്ഞത്. അഞ്ജലി പറയുന്നു. ഓഹോ, എന്നിട്ട് ഇതെന്താ ഇതുവരെ നീ എന്നോട് പറയാതിരുന്നത്? എടി, നിന്നോടാ ചോദിച്ചത്, നീ എന്നോട് എന്താ ഇതുവരെ പറയാത്തതെന്ന്. വല്യേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ പറയാത്തത്, അത്ര തന്നെ. ഓഹോ, അത് കൊള്ളാം. വല്യേച്ചിക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിയാത്ത കാലം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലിരിക്കാതെ കോളേജിൽ പോവാൻ നോക്ക്, സമയം കളയണ്ട. ഫീസ് തരും ഞാൻ, നീ ഇറങ്ങിയാൽ മതി. എന്നാൽ പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ ആ പൈസ അത്രയും തികയുന്നില്ല ബാഗിൽ. പിന്നെ പൂജാമുറിയിൽ ചെന്ന് അവിടെ ഒരു ഉണ്ടി വെച്ചിരുന്നു, അത് എടുക്കുകയാണ്. തൊഴുതതിനു ശേഷം വല്യേച്ചി, ഇത് വേണ്ട എന്ന് ആര്യം പറയുന്നു. വേണ്ടാതെ പിന്നെ? ഇത് ഞാൻ തന്നെ പലപ്പോഴായിട്ട് ഇട്ട കാശാണ്, ദൈവങ്ങളെ കൊണ്ടുവച്ചതല്ല, അങ്ങോട്ട് മാറി നിൽക്കേ. അങ്ങനെ ആ ഉണ്ടിയും പൊട്ടിക്കുകയാണ് അഞ്ജലി. അതിൽ നിന്നും കുറച്ച് ക്യാഷ് കിട്ടി, മുഴുവനും ഉണ്ട്. അങ്ങനെ 3500 രൂപ ആര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അഞ്ജലി. നീ വിഷമിക്കേണ്ട, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതുപോലെയാണ് ദൈവത്തിന് മുന്നിൽ ഡെപ്പോസിറ്റ് ചെയ്തത് എന്ന് കരുതിയാൽ മതി. ഗത്യന്തരമില്ലാതെ വരുമ്പോൾ ദൈവത്തിന് സമർപ്പിച്ചതും എടുത്ത് ഉപയോഗിക്കാം. ദൈവം അതിന്റെ പേരിൽ ശിക്ഷിക്കില്ല. തൽക്കാലം നീ പോകാൻ നോക്ക്. അത് കേട്ട് കണ്ണു നിറഞ്ഞ് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആര്യ. ചേച്ചിക്ക് ഒരു താങ്ക്സും പറഞ്ഞ് ആര്യ പോകുന്നു. ശേഷം കാണിക്കുന്നത് മേഘനാഥൻ ആ സ്വാമിയെ കാണാൻ കാട്ടിലേക്ക് പോയി. സുഭദ്രയുടെ ആത്മാവും അവിടെ എത്തി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.